33-ാം ദിവസം. യേശു ദൈവപുത്രൻ, പാപം ക്ഷമിക്കുവാൻ അധികാരമുള്ളവൻ. നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നാണ് യേശു തൻ്റെ മാമോദിസായിൽ സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം. ദൈവം തിരഞ്ഞെടുത്തവൻ, ഇസ്രായേൽ കാത്തിരുന്ന രക്ഷകൻ, ആദിയിലേ ഉണ്ടായിരുന്ന ദൈവം തന്നെ ആയിരുന്ന ഏക ദൈവപുത്രൻ. ഇങ്ങനെ പോകുന്നു പുതിയ നിയമത്തിൽ പുത്രൻ എന്ന പദത്തിൻ്റെ ധ്വനി വ്യത്യാസങ്ങൾ. മനുഷ്യപാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവത്തിന് അധികാരമുള്ളൂ. പുത്രൻ തൻ്റെ പ്രവർത്തന ജീവിതത്തിൽ ആ അധികാരം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. വീണ്ടും വീണ്ടും പാപം ക്ഷമിക്കുന്നു. അത് ശരീരത്തിനും മനസ്സിനും സൗഖ്യം വരുത്തുന്നു. അബ്രഹാത്തോടും ഇസഹാക്കോടും യാക്കോബിനോടും സംസാരിച്ച ഇസ്രായേൽക്കാരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് താനെന്ന് യേശു വെളിപ്പെടുത്തുന്നു. ഏക സത്യദൈവമായ അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവിനെ ആഴത്തിൽ അറിയുവാൻ, സ്നേഹിക്കുവാൻ, അടുത്ത് അനുഗമിക്കുവാൻ എനിക്ക് കൃപ തരിക. ആമേൻ.